സുഹൃത്തുക്കളെ, ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു വലിയ സത്യത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ചില രാജ്യങ്ങൾ വർഷങ്ങളായി സമ്പന്നരായി തുടരുന്നത്? എന്തുകൊണ്ടാണ് ചില രാജ്യങ്ങൾ കടബാധ്യതയിലും സാമ്പത്തിക പ്രതിസന്ധിയിലും നിന്ന് കരകയറാൻ കഴിയാതെ പോകുന്നത്? ഇത് അവരുടെ മാത്രം തെറ്റാണോ? അതോ ലോക വ്യാപാര വ്യവസ്ഥയിൽ തന്നെ ഒരു അടിസ്ഥാന അനീതി ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഒരു ലളിതമായ ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം. രണ്ട് രാജ്യങ്ങളുടെ കഥ. ലോകത്ത് രണ്ട് രാജ്യങ്ങൾ മാത്രമാണുള്ളതെന്ന് സങ്കല്പിക്കുക. ഒന്നാമത്തെ രാജ്യം ലോകത്തിന് കൂടുതൽ സാധനങ്ങൾ വിൽക്കുന്നു, വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ കയറ്റുമതി ചെയ്യുന്നു, അതിനാൽ അതിന് വ്യാപാര മെച്ചമുണ്ട്. രണ്ടാമത്തെ രാജ്യം കൂടുതൽ വാങ്ങുകയും കുറച്ച് മാത്രം വിൽക്കുകയും ചെയ്യുന്നു, അതിനാൽ അതിന് വ്യാപാര കമ്മിയുണ്ട്. ഇത് സാമ്പത്തിക ശാസ്ത്രത്തിൽ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് എന്നും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്നും അറിയപ്പെടുന്നു. കയറ്റുമതി കൂടുതലുള്ള രാജ്യം വ്യവസായപരമായി ശക്തമാണ്. അതിൻ്റെ ഫാക്ടറികൾ മുഴുവൻ ശേഷിയിലും പ്രവർത്തിക്കുന്നു. തൊഴിലില്ലായ്മ കുറവാണ്. എന്നാൽ കമ്മിയുള്ള രാജ്യത്ത് ചിത്രം വ്യത്യസ്തമാണ്. പല ഫാക്ടറികളും പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നില്ല. തൊഴിലില്ലായ്മ കൂടുതലാണ്. ഉൽപ്പാദനശേഷിയുടെ വലിയൊരു ഭാഗം ഉപയോഗിക്കപ്പെടാതെ കിടക്കുകയാണ്. ഇനിയൊരു മാറ്റം സംഭവിക്കുന്നു. മിച്ചമുള്ള രാജ്യം ഒരു തീരുമാനമെടുക്കുന്നു. നമ്മുടെ തൊഴിലാളികളുടെ ശമ്പളം കൂട്ടാം, ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാം. അപ്പോൾ എന്തു സംഭവിക്കും? ആ രാജ്യത്തെ ജനങ്ങൾ സ്വന്തം രാജ്യത്ത് തന്നെ കൂടുതൽ സാധനങ്ങൾ വാങ്ങും. അതോടെ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ ലഭിക്കുന്ന സാധനങ്ങളുടെ അളവ് കുറയും. അതിനാൽ ആ രാജ്യത്തിൻ്റെ വ്യാപാര മെച്ചം കുറയും. ഇപ്പോൾ മറ്റ് രാജ്യത്തിൻ്റെ അവസ്ഥ നോക്കൂ. മുമ്പ് മിച്ച രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങളുടെ കുറച്ച് ഭാഗങ്ങളിലും ഇപ്പോൾ സ്വന്തം രാജ്യത്തെ കമ്പനികൾ നിർമ്മിക്കാൻ തുടങ്ങും. അടഞ്ഞുകിടന്ന ഫാക്ടറികൾ വീണ്ടും പ്രവർത്തിക്കും. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ജനങ്ങൾക്ക് വരുമാനം ലഭിക്കും. അവർ കൂടുതൽ വാങ്ങാൻ തുടങ്ങും. അങ്ങനെ ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വളരും. അതായത് മിച്ച രാജ്യം സ്വന്തം ഉപഭോഗം വർദ്ധിപ്പിച്ചപ്പോൾ രണ്ട് രാജ്യങ്ങൾക്ക് ഗുണമായി. ലോകം ഉൽപ്പാദനം വർദ്ധിച്ചു, ലോക തൊഴിൽ വർദ്ധിച്ചു, ലോക ഉപഭോഗം വർദ്ധിച്ചു. ഇതാണ് യുക്തിപരമായ സാമ്പത്തിക ക്രമീകരണം. എന്നാൽ യഥാർത്ഥ ലോകം ഇങ്ങനെയാണോ? ഒരിക്കലുമല്ല. ഇന്ന് ലോക വ്യാപാര വ്യവസ്ഥ പറയുന്നത് എന്താണ്? മിച്ച രാജ്യത്തോടല്ല, കമ്മിയുള്ള രാജ്യത്തോടാണ് അവർ പറയുന്നത്. നിങ്ങൾ ചെലവ് കുറയ്ക്കണം, ജനങ്ങളുടെ വാങ്ങൽ കുറയ്ക്കണം, സർക്കാർ ചെലവ് വെട്ടിക്കുറയ്ക്കണം, ഇറക്കുമതി കുറയ്ക്കണം. ഇതാണ് ഇന്ന് ലോകമെമ്പാടും നടപ്പിലാക്കുന്ന സാമ്പത്തിക നയം. അതിൻ്റെ ഫലം എന്താണ്? ജനങ്ങൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങൂ. ഫാക്ടറികൾ ഉൽപ്പാദനം കുറയ്ക്കും. തൊഴിലാളികളെ പിരിച്ചുവിടും. തൊഴിലില്ലായ്മ ഉയരും. വരുമാനം കുറയും. വീണ്ടും ഉപഭോഗം കുറയും. അങ്ങനെ സമ്പദ് വ്യവസ്ഥ ഒരു ദുഷ്ചക്രത്തിന് വീഴും. ഇത് ഒരു രാജ്യത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളുടെ വാങ്ങൽ ശേഷി കുറയുമ്പോൾ ലോക വിപണിയിലെ ആകെ ആവശ്യകതയും കുറയും. അതിനാൽ ലോക ഉൽപ്പാദനം കുറയും. അതായത് ഇന്ന് ലോകം സ്വീകരിച്ചിരിക്കുന്ന പരിഹാരം പ്രശ്നം പരിഹരിക്കുന്നില്ല, മറിച്ച് പ്രശ്നം കൂടുതൽ വഷളാക്കുകയാണ്. രണ്ട് വഴികൾ. അതിനാൽ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ രണ്ട് വഴികളുണ്ട്. ഒന്നാമത്തെ വഴി, മിച്ചമുള്ള രാജ്യം കൂടുതൽ ചെലവഴിക്കുക, തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. ഫലം ലോകം മുഴുവൻ വളരും. രണ്ടാമത്തെ വഴി, കമ്മിയുള്ള രാജ്യം ചെലവ് കുറയ്ക്കുക, ജനങ്ങളുടെ ഉപഭോഗം കുറയ്ക്കുക. ഫലം ലോക സമ്പദ് വ്യവസ്ഥ ചുരുങ്ങും. ഇതിൽ ഏത് വഴിയാണ് നല്ലത്? വ്യക്തമായും ഒന്നാമത്തെ വഴി. എന്നിട്ടും ലോകം രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് ലോക വ്യാപാര വ്യവസ്ഥയുടെ ഏറ്റവും വലിയ യുക്തിരാഹിത്യം. രണ്ടാം ലോകമഹായുദ്ധം അവസാനിരിക്കെയാണ് പുതിയ അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥ രൂപപ്പെടുത്താൻ ലോക നേതാക്കൾ യോഗം ചേർന്നു. അവിടെ ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജോൺ മെയ്നാർഡ് കെയ്ൻസ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അദ്ദേഹം പറഞ്ഞു, കമ്മിയുള്ള രാജ്യങ്ങൾ മാത്രമല്ല, മിച്ച രാജ്യങ്ങളും ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അവർ ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കണം. അപ്പോൾ ലോക സമ്പദ് വ്യവസ്ഥ കൂടുതൽ ആരോഗ്യകരമാകും. പക്ഷേ അന്നത്തെ അമേരിക്ക അതിന് എതിരായിരുന്നു. എന്തുകൊണ്ട്? അന്ന് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ മിച്ച രാജ്യമായിരുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്ന് പണം ലഭിക്കുന്ന അവസ്ഥ ഉപേക്ഷിക്കാൻ അമേരിക്ക ആഗ്രഹിച്ചില്ല. സ്വന്തം തൊഴിലാളികളുടെ ശമ്പളം കൂട്ടുന്നതിനേക്കാൾ ലോകത്തിൻ്റെ മേൽ സാമ്പത്തിക സ്വാധീനം നിലനിർത്തുകയാണ് അമേരിക്കയ്ക്ക് പ്രധാനമായിരുന്നത്. അതിനാൽ കെയ്ൻസിൻ്റെ നിർദ്ദേശം തള്ളിക്കളയപ്പെട്ടു. പിന്നീട് എന്താണ് സംഭവിച്ചത്? 1970-കളുടെ മധ്യത്തോടെ സ്ഥിതി മാറി. അമേരിക്ക തന്നെ വ്യാപാര കമ്മിയുള്ള രാജ്യമായി. ഇപ്പോൾ അമേരിക്ക കെയ്ൻസിൻ്റെ ആശയം പിന്തുണച്ചോ? ഇല്ല. കാരണം
3 പ്രധാന കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേത്, ലോക പോലീസ് എന്ന നിലയിൽ അമേരിക്ക ലോകമെമ്പാടും സൈനിക താവളങ്ങൾ നിലനിർത്തുകയായിരുന്നു. അതിനുള്ള ചെലവ് കാരണം കുറച്ച് വ്യാപാര കമ്മി സ്വാഭാവികമാണെന്ന് അവർ കരുതി. രണ്ടാമത്തേത്, അമേരിക്കൻ ഡോളർ ലോകത്തിൻ്റെ പ്രധാന നാണയമായിരുന്നു. ഡോളർ അച്ചടിച്ച് ലോകത്തിന് നൽകാൻ അമേരിക്കയ്ക്ക് സാധിച്ചു. അതിനാൽ കമ്മി വലിയ പ്രശ്നമായില്ല. മൂന്നാമത്തേത്, ചൈനയിലും കിഴക്കൻ ഏഷ്യയിലും നിന്നുള്ള പല കയറ്റുമതികളും അമേരിക്കൻ കമ്പനികൾ തന്നെ അവിടെ നിർമ്മിക്കുന്നതായിരുന്നു. അതിനാൽ ആ രാജ്യങ്ങളുടെ മെച്ചം കുറയ്ക്കുന്നതിന് സ്വന്തം കമ്പനികളുടെ ലാഭം കുറയ്ക്കുന്നതിന് തുല്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറുന്നു. ചൈന ക്രമേണ ഡോളറിലുള്ള ആശ്രയം കുറയ്ക്കുകയാണ്. ഡോളറിന് പകരം മറ്റ് കറൻസികളിൽ വ്യാപാരം നടത്താനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുന്നു. ഇതിനെ പലരും ഡി ഡോളറൈസേഷൻ എന്ന് വിളിക്കുന്നു. ഇതോടെ അമേരിക്കയ്ക്ക് സ്വന്തം വ്യാപാര കമ്മി കുറയ്ക്കേണ്ട സമ്മർദ്ദം വർദ്ധിച്ചു. പക്ഷേ അമേരിക്ക ചെയ്തത് എന്താണ്? ലോക വ്യാപാര വ്യവസ്ഥയെ കൂടുതൽ നീതിപൂർണമാക്കാൻ ശ്രമിച്ചില്ല. പകരം സ്വന്തം താല്പര്യം സംരക്ഷിക്കാനുള്ള വഴിയാണ് തിരഞ്ഞെടുത്തത്. ട്രംപിൻ്റെ പുതിയ നയം എന്തായിരുന്നു? ഡൊണാൾഡ് ട്രംപ് 2 പ്രധാന ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. ഒന്നാമത്തേത്, വളരെ ഉയർന്ന ഇറക്കുമതി തീരുവകൾ. രണ്ടാമത്തേത്, സമത്വമില്ലാത്ത വ്യാപാര കരാറുകൾ. ഈ കരാറുകളിൽ അമേരിക്ക പറയുന്നത് വളരെ ലളിതമാണ്. ഞങ്ങളിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ വാങ്ങണം, പക്ഷേ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് എത്ര വാങ്ങും എന്നതിന് യാതൊരു ഉറപ്പും നൽകുന്നില്ല. ഈ കരാർ അംഗീകരിക്കാത്തവർക്ക് ഉയർന്ന തീരുവ ചുമത്തും. അതായത് ഇത് സമത്വമുള്ള ചർച്ചയല്ല. ഇത് ശക്തമായ രാജ്യം ദുർബലമായ രാജ്യങ്ങളോട് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. അമേരിക്കയ്ക്ക് എന്താണ് നേട്ടം? അമേരിക്കയിലെ ജനങ്ങൾ കൂടുതൽ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ വാങ്ങും. അമേരിക്കൻ ഫാക്ടറികൾ കൂടുതൽ പ്രവർത്തിക്കും. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവും. വ്യാപാര കമ്മി കുറയും. അമേരിക്കയ്ക്ക് ഗുണമാകും. പക്ഷേ ഇത് ലോകത്തിന് ഗുണം ചെയ്യുന്ന പുതിയ വ്യാപാര മാതൃകയല്ല. ഇത് അമേരിക്കയ്ക്ക് മാത്രം അനുകൂലമായ ഒരു ക്രമീകരണമാണ്. ഈ ചർച്ചയുടെ ഏറ്റവും വലിയ സന്ദേശം വളരെ ലളിതമാണ്. ലോക വ്യാപാരത്തിലെ അസന്തുലിതാവസ്ഥയ്ക്ക് ഉത്തരവാദികൾ കമ്മിയുള്ള രാജ്യങ്ങൾ മാത്രമല്ല, മിച്ച രാജ്യങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. അവർ സ്വന്തം ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കണം, ഉപഭോഗം കൂട്ടണം. അപ്പോൾ ലോകം മുഴുവൻ വളരും. എന്നാൽ ഇന്നത്തെ ലോക വ്യാപാര വ്യവസ്ഥ അതിനു പകരം ദുർബല രാജ്യങ്ങളോട് മാത്രം ത്യാഗം ആവശ്യപ്പെടുന്നു. അതിനാലാണ് ഇന്നും ലോകത്ത് സാമ്പത്തിക അസമത്വം വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് വികസിത രാജ്യങ്ങൾ കൂടുതൽ സമ്പന്നമാകുമ്പോൾ വികസന രാജ്യങ്ങൾ കടബാധ്യതയിലും തൊഴിലില്ലായ്മയും കൊടുക്കുന്നത്. അതിനാൽ കൂടുതൽ നീതിപൂർണവും സമസ്താധിഷ്ഠിതവും മനുഷ്യകേന്ദ്രീകൃതവുമായ ഒരു ലോക വ്യാപാര വ്യവസ്ഥ സൃഷ്ടിക്കേണ്ടത് സാമ്പത്തിക ആവശ്യകത മാത്രമല്ല, അത് സാമൂഹ്യനീതിയുടെ ആവശ്യകത കൂടിയാണ്.